നാളെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ ജയന്തി ആഘോഷിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഭരണഘടനാപരമായി എല്ലാ സംരക്ഷണവും ലഭിക്കേണ്ട ഒരു വിദ്യാർത്ഥിക്ക് ജാതി വിവേചനത്തിൻ്റെയും വംശീയ അധിക്ഷേപത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. ജിതിൻ രാജ് മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയ വ്യക്തിയല്ല, മറിച്ച് എൻട്രൻസ് പരീക്ഷയിൽ വിജയിച്ച് അഞ്ചരക്കണ്ടി കോളേജിൽ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥിയാണ്. അപ്പോൾ നീറ്റ് പരീക്ഷയിൽ MBBS പാസ്സായി MBBSന് പഠിച്ച് ഡോക്ടറാകണമെന്ന് ആഗ്രഹിച്ച് നീറ്റ് പരീക്ഷയ്ക്ക് എല്ലാ തരത്തിലുള്ള കഠിനാധ്വാനം നടത്തി ആ പരീക്ഷ പാസ്സായി അവസാനം ഡെൻ്റൽ കോഴ്സ് പഠിക്കാനാണ് അവസരം ലഭിച്ചത്. അതിനുള്ള മാർക്കാണ് നേടിയത്. ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി നീറ്റ് പരീക്ഷയിൽ പങ്കെടുത്ത് വിജയിക്കണമെങ്കിൽ അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ, അവൻ്റെ വീട്ടിലെ കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം മാധ്യമങ്ങൾ തന്നെ മനസ്സിലാക്കിയതാണ്. സ്വന്തമായി വീടില്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അച്ഛൻ പെയിൻറ്റിങ് ജോലിക്ക് പോകുന്ന ഒരാളാണ്. അമ്മ പലതരത്തിലുള്ള രോഗങ്ങളാൽ ചികിത്സയിൽ കഴിയുന്ന ഒരവസ്ഥയാണ്. ഇങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയാണ് നീറ്റ് പരീക്ഷയിൽ ക്വാളിഫൈ ചെയ്ത് BDSന് പഠിക്കാനുള്ള അവസരം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൻ്റെ വലിയ പ്രതീക്ഷയായിരുന്നു നിതിൻ്റെ വിദ്യാഭ്യാസവും. ഡോക്ടറായി കാണണമെന്ന് ആഗ്രഹിച്ച മാതാപിതാക്കൾക്ക് അത് ആ വിദ്യാർത്ഥിയുടെ മൃതദേഹം കാണുവാനുള്ള ഭാഗ്യമാണ്, അല്ലെങ്കിൽ മൃതദേഹം കണ്ട് പൊട്ടിക്കരയാനുള്ള അവസരമാണ് ഉണ്ടായത്. ഇത് കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ ശക്തവും കർശനവുമായ നടപടി ഉണ്ടാകും. ഈ അഞ്ചരക്കണ്ടിയിലെ ഡെൻ്റൽ കോളേജിൻ്റെ അഫിലിയേഷൻ റദ്ദാക്കണം. ഈ കോളേജ് ഇനി അവിടെ തുടരാൻ പാടില്ല. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ മറ്റേതെങ്കിലും കോളേജിലേക്ക് അവരെ മാറ്റുന്നതാണ് ഉചിതം. അതല്ലെങ്കിൽ ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികളുടെ പഠന കാലാവധി തീരുന്നവരെ മാത്രം അംഗീകാരം നൽകുകയും പിന്നീട് ഈ കോളേജ് അവിടെ പ്രവർത്തിക്കാനുള്ള അനുവാദം നൽകാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ പറയാൻ കാരണം ശക്തമായ നടപടികൾ ഇല്ലെങ്കിൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ, കേരളത്തിന് അപമാനകരമായ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളും മറ്റ് കോളേജുകൾക്കും എന്തുമാകാം, അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും മാനേജ്മെന്റിനും എന്തുമാകാമെന്നുള്ള ധാർഷ്ട്യം, അതാണ് അഞ്ചരക്കണ്ടി കോളേജിൽ നാം കണ്ടത്. ഇതിന് സമാനമായ ഒട്ടനവധി സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജാതീയമായ അധിക്ഷേപം, വംശീയ അധിക്ഷേപം, അധ്യാപകരുടെ പീഡനങ്ങൾ. പക്ഷെ ഇതിനൊന്നും കർശനമായ നടപടി ഉണ്ടാകുകയോ അത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നവരും വിദ്യാർത്ഥികളെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന അതിൻ്റെ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കേരളത്തിൽ ഇത് വീണ്ടും ആവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ കോളേജ് ഇനി തുടരണമോ? ഈ ഡെൻ്റൽ കോളേജ് കേരളത്തിന് ആവശ്യമുണ്ടോ? ഇത്തരത്തിലുള്ള വംശീയാധിക്ഷേപവും ജാതീയമായ അധിക്ഷേപം നടത്തിയ അധ്യാപകർ പഠിപ്പിക്കുന്ന ഒരു കോളേജ് ഇനി കേരളത്തിൽ വേണമോ?
എന്ന് ആലോചിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഈ കോളേജിൻ്റെ അഫിലിയേഷൻ റദ്ദാക്കണം, ബദൽ സംവിധാനം ആലോചിക്കണമെന്നാണ് എനിക്ക് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, അത് സ്കൂളുകളിലാകട്ടെ, കോളേജുകളിലാകട്ടെ, മറ്റ് പ്രൊഫഷണൽ കോളേജിലാകട്ടെ, നിരന്തരമായ ജാതീയ അധിക്ഷേപവും അത് വംശീയ അധിക്ഷേപം നടക്കുന്നു എന്നുള്ളത് നമ്മൾ പല ഘട്ടങ്ങളിലും കേട്ടിട്ടുള്ളതാണ്. നമുക്ക് അത് നേരിട്ട് മനസ്സിലായിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകാത്തത് കൊണ്ടാണ് ഈ സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നടക്കുന്ന ഇത്തരത്തിലുള്ള ഭരണഘടനാ വിരുദ്ധമായ നടപടികൾക്ക് ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു ജുഡീഷ്യൽ എൻക്വയറി, റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. കണ്ണൂർ റൂറൽ SP നിതിൻ രാജിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പ്രസ്താവന അനുചിതമായി പോയി. അദ്ദേഹം ഓൺലൈൻ ലോൺ എടുത്തപ്പോൾ അത് തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് ആ ഓൺലൈനിൽ സപ്പോർട്ടിംഗ് ആയി നിന്ന ടീച്ചറുടെ അടുത്തേക്ക് ഈ ഓൺലൈൻ സ്ഥാപനത്തിൻ്റെ ഫോൺ ചെന്നു. അതിനെ തുടർന്നാണ് നിതിൻ രാജ് ആത്മഹത്യ ചെയ്തതെന്നാണ് കണ്ണൂർ റൂറൽ SP പറഞ്ഞിരിക്കുന്നത്. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അതിൻ്റെ ജില്ലയിലെ ഒരു പോലീസ് മേധാവി ഈ സംഭവം നടന്ന് 2 ദിവസങ്ങൾക്കകം ഇത്തരമൊരു ഫൈൻഡിങ്സിലെത്തിയത് നിർഭാഗ്യകരമായി പോയി എന്നാണ്. ഇത് പ്രതികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ നിതിൻ രാജ് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോളേജ് അധികൃതർ പാരൻസിനെ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങളൊക്കെ അവരോട് പറയേണ്ടതായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പരാതി കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ ടീച്ചറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് കണ്ണൂർ SP എങ്ങനെയാണ് ഇത്തരമൊരു തീരുമാനം എടുത്തത് അല്ലെങ്കിൽ ഇങ്ങനൊരു കാരണം കണ്ടെത്തിയത് എന്നതിനെ സംബന്ധിച്ച് സംശയമുണ്ട്, ദുരൂഹതയുണ്ട്. ധൃതി പിടിച്ച് കണ്ണൂർ SP ഇത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തിയതിൻ്റെ പിന്നിൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് ഗൗരവമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നിതിൻ രാജിന്റെ കുടുംബം വളരെ പാവപ്പെട്ട കുടുംബമാണ്. വാടകയ്ക്കാണ് അവർ കഴിയുന്നത്. സ്വന്തമായൊരു വീടില്ല. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് മതിയായ കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം വേണം എന്ന കാര്യത്തിൽ 2 പക്ഷമില്ല. അതുകൊണ്ട് നിതിൻ രാജിന്റെ പഠിച്ച് ഡോക്ടറായി, ഡെന്റൽ ഡോക്ടറായി ആ വരുമാനം കൊണ്ട് ജീവിക്കാമെന്ന പ്രതീക്ഷയോടുകൂടി കഴിഞ്ഞ കുടുംബത്തിന് ഉണ്ടായ നഷ്ടം അതൊരിക്കലും നികത്താവുന്നതല്ല. എത്രയൊക്കെ കോമ്പൻസേഷൻ കൊടുത്താലും നികത്താവുന്നതല്ല. എങ്കിൽ പോലും ആ കുടുംബത്തെ സഹായിക്കുവാൻ ആ കോളേജ് മാനേജ്മെന്റിന് ഉത്തരവാദിത്വമുണ്ട്. അതവർ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായ സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ കോളേജ് മാനേജ്മെന്റ് നിരുത്തരവാദപരമായ നിലപാടാണ് സ്വീകരിച്ചത്. നിതിന്റെ മൃതദേഹം നാട്ടിൽ കൊണ്ടുവരുന്നതിന് സഹായിക്കുകയോ ചെയ്തിട്ടില്ല. അവർ ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ
നാട്ടിലെത്തിയില്ല. ആ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇതിൻ്റെ ബാച്ചിൽപ്പെട്ട കുട്ടികൾ പോലും അവിടെ എത്തിയില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ മാനേജ്മെൻറ്റിൻ്റെ സമീപനം എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ HOD എന്ന് പറയുന്ന ഇതിൻ്റെ HOD ഡോക്ടർ റാം, അതുപോലെ തന്നെ മറ്റൊരു അധ്യാപിക, ഇവർ രണ്ടുപേരും പ്രഥമദൃഷ്ട്യ കുറ്റക്കാരാണ്. ഇവരാണ് ഇതിനെ പീഡിപ്പിക്കുകയും ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തത് എന്നത് പുറത്തു വന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവരെ ഉടൻ തന്നെ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന കൊടിയ ജാതീയമായ വിവേചനങ്ങൾ അത് പോലീസ് സ്റ്റേഷനുകളിൽ നമ്മൾ കണ്ടതാണ്. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ബിന്ദു എന്ന വീട്ടുവേലക്കാരി, പട്ടികജാതിക്കാരിയായ വീട്ടുവേലക്കാരിക്ക് 18 മണിക്കൂർ സമയം പോലീസ് സ്റ്റേഷനിൽ തടങ്കലിൽ ഇരിക്കേണ്ടി വന്നു എന്നത് കേരളത്തെ വല്ലാതെ ദുഃഖിപ്പിച്ച കാര്യമാണ്. കൊല്ലം ജില്ലയിലെ പന്മനെ സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചികിത്സയ്ക്ക് വന്നപ്പോൾ 5 ദിവസക്കാലം തറയിൽ കിടക്കേണ്ടി വന്നു. പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല. ഹാർട്ട് പേഷ്യൻ്റായ വേണു മരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് തൻ്റെ കൂട്ടുകാരനും ഭാര്യയ്ക്കും അയച്ച വോയിസ് മെസ്സേജ് നമ്മളെല്ലാവരും കേട്ടതാണ്. വേണു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു ഓട്ടോറിക്ഷ, പാവപ്പെട്ട നിർധനായ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. അപ്പോൾ ആരോഗ്യ മേഖലയിൽ, ആശുപത്രികളിൽ ഈ വിഭാഗത്തോട് കാണിക്കുന്ന അവഗണനയും ആണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൊഴിലിടങ്ങളിലും ഇതുപോലെയുള്ള വിവേചനം നിലനിൽക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജതിൻ രാജ് അവസാനത്തെ ഉദാഹരണമാണ്. അതിനു മുമ്പ് എത്രയോ സംഭവങ്ങൾ. ഇതെല്ലാം ഈ അവസാനം ഉണ്ടായ സംഭവങ്ങളാണ്. ഇതിനു മുമ്പുണ്ടായ സംഭവങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല, അതെല്ലാം മാധ്യമങ്ങൾക്ക് അറിയാവുന്നതാണ്. കേരളം ഭ്രാന്താലയമെന്ന് വിവേകാനന്ദൻ വിശേഷിപ്പിച്ചുവെങ്കിൽ അതിൽ നിന്നൊക്കെ സാമൂഹ്യ പരിഷ്കർത്താക്കളും നവോത്ഥാന നായകന്മാരുമായ ശ്രീനാരായണ ഗുരുദേവനിലൂടെയും അയ്യങ്കാളിലൂടെയും ചട്ടമ്പി സ്വാമികളിലൂടെയും ഒക്കെ നാം അവരുടെ നവോത്ഥാന പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കേരളം ഭ്രാന്താലയത്തിൽ നിന്ന്, ജാതിയുടെയും മതത്തിൻ്റെയും ഭ്രാന്താലയത്തിൽ നിന്ന് മോചിതമായി എന്നാണ് നമ്മൾ കരുതുന്നതെങ്കിൽ ഇന്ന് കേരളത്തിൽ വീണ്ടും വർഗീയതയേക്കാൾ വലിയ സാമൂഹ്യ വിപത്തായി ജാതീയത വളർന്നു വരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിതിൻ രാജിൻ്റെ ആത്മഹത്യ. അതുകൊണ്ട് തന്നെ ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. ഓൺലൈൻ ലോണിൻ്റെ പേരിൽ ഉണ്ടായ ആത്മഹത്യയാണെന്ന് വരുത്തി തീർത്ത് ഈ സംഭവത്തെ ലാഘവത്തോടുകൂടി കാണാൻ കഴിയില്ല. ഇത് കേരളം, ജനാധിപത്യ കേരളം ചർച്ച ചെയ്യപ്പെടണം. നമ്മുടെ ഭരണഘടനയിൽ അനുശാസിക്കുന്ന സംരക്ഷണം ലഭിക്കേണ്ട ഒരു വിഭാഗമാണ് അടിച്ചമർത്തപ്പെട്ട വിഭാഗം, പ്രത്യേകിച്ചും അധസ്ഥിത വിഭാഗം, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ. അവർക്ക് എല്ലാ തലങ്ങളിലും നിന്നുണ്ടാകുന്ന പീഡനങ്ങളുടെയും അതോടൊപ്പം തന്നെ അവഗണനയുടെയും അവസാനത്തെ ഉദാഹരണമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ രോഹിത് വെമുലയുടെ ആത്മഹത്യയ്ക്ക് സമാപനമായി കേരളത്തെ ആകെ ഞെട്ടിപ്പിച്ച ഈ സംഭവത്തിൽ ശക്തമായ നടപടി ഉണ്ടാകണം, അന്വേഷണം നടക്കണം. മേലിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം വിവേചനങ്ങളും ഇത്തരം വംശീയമായ അധിക്ഷേപങ്ങൾ നടക്കുന്നത് പരിശോധിക്കപ്പെടണം. അത് അവസാനിപ്പിക്കാൻ സ്വകാര്യ മാനേജ്മെൻറ്റുകളും സ്വാശ്രയ മാനേജ്മെൻറ്റുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൂടുതലായി നടക്കുന്ന ഈ സംഭവങ്ങൾ പരിശോധിച്ച് അത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ശക്തവും വ്യക്തവുമായ നടപടികൾ ഉണ്ടാകണം. പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ
ഈ കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനമുണ്ടാകണം. ഇതിന് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നിയോജകമണ്ഡലമായ ധർമ്മടത്ത് നിയോജകമണ്ഡലത്തിൽപ്പെട്ട അഞ്ചരക്കണ്ടിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഈ അഞ്ചരക്കണ്ടിയിലെ ഈ സ്വകാര്യ മെഡിക്കൽ കോളേജ് വളരെയധികം കുപ്രസിദ്ധി ആർജിച്ച മെഡിക്കൽ കോളേജാണ്. ഈ കോളേജിനെതിരെ മുമ്പും ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ശക്തമായ നടപടികൾ ആ മാനേജ്മെന്റിന് എതിരെ എടുക്കാത്തത് കൊണ്ട് ആണ് ഇത്തരം സംഭവങ്ങൾ അവിടെ ആവർത്തിച്ചത്. അതുകൊണ്ട് കർശനമായ നടപടികൾ ഉണ്ടാകണം. തീർച്ചയായും ആ കുടുംബത്തിന് എല്ലാവിധമായ സംരക്ഷണവും നൽകാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ വീടും ഈ നിതിൻ രാജിന്റെ വീടും ഏതാണ്ട് 2 കിലോമീറ്റർ വ്യത്യാസത്തിലാണ്. നെടുമങ്ങാടും അതോടൊപ്പം തന്നെ ഉഴമലയ്ക്കൽ 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ 2 സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായത് എന്നുള്ളത് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. പൂക്കോട് നടന്നത് വിദ്യാർത്ഥികളുടെ ഇടയിലുണ്ടായ വിദ്യാർത്ഥികളിൽ നിന്നുണ്ടായ ക്രൂരമായ പീഡനവും അതോടൊപ്പം തന്നെ മർദ്ദനവും ഒക്കെ ആണെങ്കിൽ ഇത് അധ്യാപകരിൽ നിന്നുണ്ടായ മർദ്ദനവും പീഡനവുമാണ്. അല്ല, അധ്യാപകരിൽ നിന്നുണ്ടായ പീഡനമാണ്, ജാതീയമായ അധിക്ഷേപമാണ്. പലതരത്തിലും ഭീഷണിക്ക് വഴങ്ങേണ്ടി വരുന്ന അവസ്ഥ, അതിന് ഏത് സർക്കാർ വന്നാലും നിയമപരമായ ഒരു പരിരക്ഷ ഉറപ്പുവരുത്തേണ്ട വിദ്യാർത്ഥികൾക്ക് നിർഭയം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് വിധേയമാക്കണം. എന്താണ് ഈ നമ്മുടെ ഇന്റേണൽ മാർക്കിന്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ മറ്റ് ഉൾപ്പെടെ ഇന്റേണൽ മാർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ നടക്കുന്നത് സുതാര്യമായിട്ടാണോ ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അതിനെക്കുറിച്ച് വിശദമായ പഠനം ആവശ്യമാണ്. അത് ഉന്നത വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ കൊണ്ടാണോ? അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ അതിൽ ഉന്നത വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു അന്വേഷണം അനിവാര്യമാണ്. ഏത് തരത്തിലുള്ള അന്വേഷണമാണെന്ന് ഗവൺമെന്റാണ് തീരുമാനിക്കേണ്ടത്. ഇത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് അനഭിലഷണീയമായ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് നടക്കാതിരിക്കാൻ വ്യക്തമായ അതിനെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ, ജാതീയമായ ആക്ഷേപം, ഇന്റേണൽ മാർക്കിന്റെ വിഷയം, പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം വേണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇല്ല, പ്രതിഷേധം വൈകിട്ടില്ല. പ്രതിഷേധം കേരളമൊട്ടാകെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് എല്ലാവരും. പക്ഷേ ഈ വിഷയത്തിൽ പോലീസിൻ്റെ ഭാഗത്തുള്ള അന്വേഷണവും ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകളുടെയും അടിസ്ഥാനത്തിലുള്ള പ്രതിഷേധങ്ങൾ തീർച്ചയായും ഉണ്ടാവും. ഇപ്പോൾ പല സംഘടനകളും പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ ഈ സംഭവം അല്ലെങ്കിൽ ജിതിൻ രാജിൻ്റെ ഈ ആത്മഹത്യ ഒരു നിസ്സാര സംഭവമായി നമുക്ക് അതിനെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുമുള്ള പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ ഈ ആത്മഹത്യ സംഭവത്തിൽ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് അതിനെക്കുറിച്ച് വളരെ ഒരു വ്യക്തമായ ധാരണയില്ല. മാനേജ്മെന്റിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല. കാരണം കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇതിനെക്കുറിച്ചും പത്രമാധ്യമങ്ങളിൽ
പലപ്പോഴും പല വിവാദങ്ങളും ഉണ്ടായത് കേട്ടിട്ടുണ്ടെന്നല്ലാതെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദാംശങ്ങൾ മനസ്സിലാക്കില്ല. അത് തീർച്ചയായും ഇനി ആ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിപ്പുകാരാണ്, അതിൻ്റെ ചരിത്രവും അത് ഇതുവരെ ഉണ്ടായ പശ്ചാത്തലങ്ങളും എല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിന് പ്രവർത്തിക്കുന്നതാണ്. അല്ല, ഇതിപ്പം ഈ അതിൻ്റെ വിഷയമാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടത്. ബാക്കി ഞാൻ പറയാം. അപ്പം ഇത് നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല ഇതിനെക്കുറിച്ച്. കാരണം ഈ കേരളത്തെ ആകെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവം കേരളത്തിലൊട്ടാകെ ചർച്ച ചെയ്യപ്പെടണം, ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം. അതിനുവേണ്ടിയാണ് ഈ പത്രസമ്മേളനം തന്നെ ഞാൻ നടത്താൻ തയ്യാറായത്. അതുകൊണ്ട് ആ വിഷയമാണ് നമുക്കിന്ന് ഫോക്കസ് ചെയ്യേണ്ടത്. മറ്റേ കാര്യങ്ങൾ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, വരാം, നമുക്ക് സംസാരിക്കും. അല്ല, ആ ചോദ്യത്തിന് പ്രസക്തിയിൽ നടപടി എടുത്തേ പറ്റുള്ളൂ. അധികാരത്തിൽ വന്നാലെങ്കിലല്ല, അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം പ്രഥമ ദൃഷ്ടിയ തന്നെ കാര്യങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം പ്രഥമ ദൃഷ്ടിയ ഉള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാവുന്നതാണ്. മാനേജ്മെന്റിനെ ഇവരെ ഡിസ്മിസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. അധികാരത്തിൽ വരുമ്പോൾ, ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഈ വിഷയത്തിൽ UDFന്റെ പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പീഡനങ്ങളും അതിക്രമങ്ങളും ഇന്റേണൽ അസസ്മെന്റ് വിദ്യാർത്ഥിമാർക്കും എൻ്റെ പേരിൽ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്നതിനായി ശക്തമായ നടപടികൾ ഉണ്ടാകും, അതിന് പ്രത്യേക നിയമം കൊണ്ടുവരുമെന്ന് UDFന്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. അത് തീർച്ചയായും സ്വാഗതാർഹമാണ്. അങ്ങനെ UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായും ഈ വിഷയങ്ങൾക്ക് ഇനി ഒരു വിദ്യാർത്ഥി പോലും ആത്മഹത്യ ചെയ്യാത്ത തരത്തിൽ നിയമം ഉണ്ടാകും എന്ന് UDFന്റെ പ്രകടന പത്രികയിൽ ഉറപ്പ് നൽകുന്നുണ്ട്.